പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിൽ പുതിയ നിയമത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനങ്ങളിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ വിചിന്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. നല്ലിടയനായ കർത്താവിനെ പോലെ നല്ല ഇടയന്മാരായി അജപാരണ ശുശ്രൂഷ നിർവഹിക്കുന്നവർ, മതബോധനം നടത്തുന്നവർ, വിശ്വാസ പരിശീലകർ, അജഗണത്തെ നയിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളെ ഈശോ ആകുന്ന നല്ല ഇടയനെ പോലെ കണ്ടുപഠിക്കുകയും ജീവിച്ച് പ്രതിഫലിപ്പിക്കുകയും വേണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയായി ദൈവപുത്രനായ ഈശോയെക്കുറിച്ചുള്ള വചനഭാഗത്തിൻ്റെ വിചിന്തനത്തിലേക്കാണ് നാം ഈ ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളും 31 മുതൽ 39 വരെയുള്ള ഭാഗങ്ങളും ചേർത്ത് വെച്ച് മെസ്സിയാനിക് സീക്രട്ട് അഥവാ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹ എന്ന് ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന യോഹന്നാൻ്റെ വചനഭാഗങ്ങളുടെ വിചിന്തനമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വചനവ്യാഖ്യാനത്തിനിടയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ മിശിഹായാണെന്ന് ഈശോ തുറന്ന് പ്രഖ്യാപിക്കുന്നത്. ദൈവപിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്കയച്ച ദൈവപുത്രനാണ് താൻ എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈശോ തൻ്റെ ശിഷ്യന്മാരോടും യഹൂദരോടും പറയുന്ന വചനഭാഗം. നീ ആരാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും വ്യക്തമായ ഉത്തരം കൊടുക്കാത്ത കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതൊരു മെസ്സിയാനിക് സീക്രട്ടാണ് എന്നതാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ തന്നെ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് താൻ ദൈവപുത്രനാണ് എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഈശോ തന്നെക്കുറിച്ച് തന്നെയും വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വചനഭാഗത്തിൻ്റെ വിചിന്തനത്തിൽ മിശിഹായുടെ തുടർച്ച എന്ന നിലയിൽ സഭാംഗങ്ങളെല്ലാവരും മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ഈ അവബോധത്തോടെ ജീവിക്കാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവൻ എന്നാണല്ലോ അർത്ഥം. പേരിൽ മാത്രം ക്രൈസ്തവനായാൽ മതിയോ? ചിലർ അങ്ങനെയാ, പേരുകൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ കർത്തവ്യം കൊണ്ട്, എൻ്റെ ഉത്തരവാദിത്വം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയായി തീരേണ്ടവനാണ് എന്നുള്ള ബോധ്യം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവപുത്രനായ ഈശോയെ പോലെ ഞാനും കർത്താവിൻ്റെ മകനും മകളുമായി തീരുന്നത്. അതുകൊണ്ട് തന്നെയും ഈശോ തൻ്റെ മെസ്സിയാനിക വ്യക്തിത്വം തുറന്നു പ്രഖ്യാപിക്കുകയും അതിനുള്ള തെളിവുകൾ വ്യക്തമായി കൊടുക്കുകയും ചെയ്തെങ്കിലും വേണ്ട വിധം അതിനോട് പ്രത്യുത്തരിക്കാൻ യഹൂദന്മാർക്ക് കഴിയാതെ പോയി എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ദൈവം തരുന്ന അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പൂർത്തിയാക്കുന്ന രക്ഷാകര പ്രവർത്തനം ഫലമണിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം തരുന്ന അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കണം. നമ്മൾ ചില പ്രബോധനങ്ങൾ നൽകുന്നു സഭാ അധികാരികൾ. അവയെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ അത് അടിമത്തമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടെ എൻ്റെ നല്ല രീതിയിലുള്ള മുൻപോട്ടുള്ള വളർച്ചയ്ക്ക്, ആത്മീയ പരിപാലനത്തിന് ഇതാവശ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്.
അപ്പോഴാണ് അടിമത്തമല്ല സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് ഞാൻ അനുസരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. വിശ്വാസരാഹിത്യം ദൈവത്തിനും മനുഷ്യർക്കുമെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് അപ്രകാരമുള്ള വിശ്വാസരാഹിത്യത്തിലേക്ക് പോകാതെ പൂർണ്ണമായും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ വിശ്വാസം അർത്ഥപൂർണമാകുന്നത്, ഫലപ്രാപ്തിയിലെത്തുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെയാണ് 10-ാം അധ്യായത്തിൻ്റെ വിചിന്തനം നാം പൂർത്തിയാക്കുന്നത്. സഹോദരങ്ങളെ, നല്ല ഇടയനായ ഈശോ ദൈവപുത്രനായി തന്നെ അവതരിപ്പിക്കുന്നതിലൂടെയാണ് 10-ാം അധ്യായം അവസാനിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഇടയനായി തീരാനുള്ള വിളിയാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്നും ദൈവപുത്രനായ ഈശോയെ പോലെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം, അവകാശം സ്വാതന്ത്ര്യത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് ഈ വചനം ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 50-ാം വചനം വരെ എന്ന് പറഞ്ഞാൽ 11ഉം 12ഉം അധ്യായങ്ങൾ ഈശോയുടെ മഹത്വീകരണത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്ന ബ്രിഡ്ജ് പാസേജ് എന്ന് വിളിക്കപ്പെടുന്നു. നമുക്ക് ഈ പാലം എവിടെ സാധാരണ പണിയുന്നേ? 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലം പണിയുന്നത്. പാലം ബന്ധിപ്പിക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് തന്നെയും 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളെ 13 മുതലുള്ള അധ്യായങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് 11ഉം 12ഉം അധ്യായങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അതുകൊണ്ടാണ് ഇതിനെ ബ്രിഡ്ജ് പാസേജ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രമേയങ്ങൾ അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഇതുവരെ കണ്ട പാറ്റേൺ അനുസരിച്ചല്ല യോഹന്നാൻ്റെ 11ഉം 12ഉം അധ്യായങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാരണത്താൽ തന്നെ അതിനൊരു ലിറ്റററിയായി സാഹിത്യപരമായ വ്യത്യസ്തതയുമുണ്ട്. ഈ വചനഭാഗത്തെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈശോയുടെ മഹത്വീകരണത്തിനുള്ള ഒരുക്കമായിട്ടാണ് 11, 12 അധ്യായങ്ങൾ നമ്മുടെ മുൻപിൽ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. 11ഉം 12ഉം അധ്യായങ്ങളിൽ ഈശോയുടെ മഹത്വീകരണത്തിന് ഒരുക്കമായി നടന്ന സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഭാഗമാണ് 11, 12 അധ്യായങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതവും അത് 1 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്. തുടർന്ന് അതിൻ്റെ ഫലമായി ഈശോയെ വധിക്കാനായി യഹൂദർ ഗൂഢാലോചന നടത്തുന്ന കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിന് 45 മുതൽ 54 വരെയുള്ള വചനങ്ങളിലാണ് ഗൂഢാലോചന നടക്കുന്നത്. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ഇപ്രകാരം ലാസറിനെ ഉയർപ്പിക്കുന്ന യേശു കർത്താവ് ഒരു നന്മ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകേണ്ടവൻ ഗൂഢാലോചനയിലൂടെ അവനെ വകവരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മുൻപിലാണ് ചെന്നുപെട്ടത്. നന്മ ചെയ്യുന്ന എല്ലാവരുടെയും മുമ്പിൽ ഇപ്രകാരമുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നോർത്ത് നന്മ ചെയ്യൽ നിർത്തണമെന്നല്ല, മറിച്ച് ബോധ്യത്തോടുകൂടെ സധൈര്യം മുൻപോട്ട് പോകണമെന്നാണ് അവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ലാസറിൻ്റെ ഉയർപ്പിൻ്റെ സംഭവം അറിഞ്ഞ് വളരെ പേർ ഈശോയിൽ വിശ്വസിച്ചു എന്ന് 11-ാം അധ്യായത്തിൻ്റെ 45-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ അനുയായികൾ വർദ്ധിക്കുന്നത് കണ്ടപ്പോഴാണ് സാൻഹെദ്രീൻ എന്ന് വിളിക്കപ്പെടുന്ന
യഹൂദന്മാരുടെ നിയമനിർമ്മാണ സഭ ഒരുമിച്ചുകൂടി ഈശോയെ വധിക്കാൻ തീരുമാനമെടുത്തത് എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രപരമായി നടന്ന ഈ രണ്ട് സംഭവങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ ഒരു മാനമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം മരണത്തിലൂടെ ജീവനിലേക്ക് കടക്കുകയും അനേകർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്ന ഈശോയുടെ മഹത്വീകരണത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ മഹത്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ 11-12 അധ്യായങ്ങളിലൂടെ ലാസറിനെ ഉയർപ്പിച്ചത് വഴിയായി കർത്താവിനെ വകവരുത്താൻ വേണ്ടി സൻഹെദ്രീൻ സംഘം കൂട്ടം കൂടിയിരുന്ന് സംഘമായി ആലോചിക്കുന്നതിലൂടെ അവരെടുക്കുന്ന തീരുമാനം എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതത്തെ തുടർന്ന് യോഹന്നാൻ അത്ഭുതം എന്നല്ല അടയാളമെന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. 2 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സൻഹെദ്രീൻ സംഘം ഈശോയെ മരണത്തിന് വിധിക്കുന്നതാണ് 11-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 57 വരെയുള്ള വചനങ്ങൾ. തുടർന്ന് തൈലാഭിഷേകം നടക്കുന്നുണ്ട് 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ. ഈശോയുടെ മഹത്വീകരണത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന പ്രവചനപരമായ 2 പ്രവൃത്തികളാണ് ഇവിടെ സംഭവിക്കുന്നത്. മരണത്തിന് വിധിക്കുക, അഭിഷേകം ചെയ്യുക. അവയെ തുടർന്നു വരുന്ന രാജകീയമായ ജെറുസലേം നഗരപ്രവേശനം ഈശോയുടെ രക്ഷാകരമായ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുന്നടയാളമായി 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഗ്രീക്കുകാരുടെ വരവിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ മഹത്വീകരണം പ്രഖ്യാപിക്കുകയും നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണിയിലൂടെ ഉദാഹരണം നൽകിക്കൊണ്ട് യേശു കർത്താവിനെ പോലെ എളിമപ്പെടാനും നിലത്തു വീഴാനും വേണ്ടിയുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും ദൈവീകമായ കൃപാവരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം കർത്താവിങ്കലേക്ക് വളരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വചനഭാഗം, ഈ ബ്രിഡ്ജ് പാസേജ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തിൻ്റെ ആരംഭമാണ്. അവിടെ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. ആ വചനഭാഗത്തെ പൊതുവായി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കണ്ടാൽ, ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം മനുഷ്യർക്ക് പുനരുദ്ധാനവും ജീവനും നൽകുന്ന ഈശോയുടെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ടാണ് ഈശോ മനുഷ്യർക്ക് ജീവനും പുനരുദ്ധാനവുമായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 25-ാമത്തെ വാക്യത്തിൽ, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന്. യേശു കർത്താവ് തൻ്റെ ഐഡൻറ്റിറ്റി ജനങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വചനഭാഗമാണിത്. ഇപ്രകാരം സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈശോയാകുന്ന പുനരുദ്ധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവികമായ കൃപാവരങ്ങൾ നിറയും എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഈശോ പുനരുദ്ധാനം നൽകുന്നവനാണ്. കാരണം അവൻ മരിച്ച് ഉയർത്തവനാണ് എന്ന കാരണത്താൽ തന്നെ. അവൻ ദൈവമാണ് എന്ന കാരണത്താൽ മരിക്കുന്നവർക്ക് പുനരുദ്ധാനം നൽകാൻ കഴിവുള്ളവനുമാണ് യേശു കർത്താവ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നതെങ്കിലും ഈ അത്ഭുതത്തെക്കുറിച്ച് 2 വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന വളരെ ചുരുങ്ങിയ ഒരു വിവരണമായി 43-44 വാക്യങ്ങളിൽ 11-ാം അധ്യായം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായും വിശദമായും 11-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ എഴുതി വച്ചിട്ട് അവസാനത്തെ 2 വാക്യങ്ങൾ 43-44 വാക്യങ്ങളിൽ ഈ അത്ഭുതം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള 2 വാക്യങ്ങൾ ചുരുങ്ങിയ ഒരു വിവരണം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവിടെ
ദൈവീകമായ കൃപാവരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തികളാണ് ഏവരും. അങ്ങനെയുള്ളവർക്ക് മരണം അവസാനമല്ല, മറിച്ച് പുനരുദ്ധാനത്തിലൂടെ നിത്യജീവൻ ഉണ്ട് എന്ന് കർത്താവ് നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 43-44 വാക്യങ്ങളിൽ യോഹന്നാൻ സുവിശേഷൻ അവതരിപ്പിക്കുന്ന മനോഹരമായ ആ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മരിച്ച ലാസറിനെ 4 ദിവസങ്ങൾക്കു ശേഷം യേശു കർത്താവ് കല്ലറയിങ്കൽ ചെന്ന് പുനർജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗമാണ് 43-44 വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. സഹോദരങ്ങളെ, താൻ സ്നേഹിക്കുന്ന ലാസർ എന്നു പേരുള്ള മനുഷ്യൻ മരിച്ചു എന്നറിഞ്ഞിട്ടും യേശു കർത്താവ് ബഥാനിയയിലേക്ക് പോകാതെ താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടരുകയാണ്. അവരോട് പറയുന്നുണ്ട്, ലാസർ ഉറങ്ങുകയാണെന്ന്. ദൈവത്തിൻ്റെ മുൻപിൽ മരണം കേവലം ഉറക്കം മാത്രമാണ് എന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും യേശു കർത്താവ് പ്രദാനം ചെയ്യുന്ന ഈ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് വളരുന്നത്. അതുകൊണ്ട് ഈ അത്ഭുതത്തെക്കുറിച്ച് 42 വരെയുള്ള വചനഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്ന വിശദമായ പ്രതിപാദനത്തിൽ നിന്നും കല്ലറയിങ്കിലേക്ക് പോകുന്ന കർത്താവ് ലാസറിനെ പേരു പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഉയർപ്പിക്കുന്നത്. ലാസറേ, നീ പുറത്തു വരിക എന്ന് അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ് ഈശോ. സിക്കമൂർ മരത്തിന് മുകളിൽ കയറി ഈശോയെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ചവനെ, സക്കേവൂസേ, നീ ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിനെ ലൂക്കാ സുവിശേഷകൻ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവം പേരു ചൊല്ലി വിളിക്കുന്നവനാണ്. അവൻ നമ്മുടെ പേരുകളൊക്കെ ഓർത്തിരിക്കുന്നവനാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പേരുകൾ കർത്താവ് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം 43-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നത് പോലെ, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ പേരുൾപ്പെടെ നിന്നെ ഓർത്തിരിക്കും. ആരാ സാധാരണ പേര് പഠിക്കുന്നേ? ചിലരൊക്കെ, ചില അച്ഛന്മാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛാ, ഞങ്ങളുടെ വികാരി അച്ഛൻ ഇടവകയിലുള്ള എല്ലാവരെയും പേര് പറഞ്ഞു വിളിക്കാൻ പാകത്തിന് എല്ലാവരെയും ഓർത്തിരിക്കും. ആരെ കണ്ടാലും അച്ഛൻ പേര് ചൊല്ലി വിളിക്കും. ആൾക്കാർക്ക് അച്ഛനെക്കുറിച്ച് വലിയ അഭിപ്രായമോ വലിയ മതിപ്പാ. കാരണം എന്താ? അച്ഛന് ഞങ്ങളോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ അച്ഛൻ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നേ. പേര് പഠിക്കുക, പേര് ഓർത്തിരിക്കുക, പേര് ചൊല്ലി വിളിക്കുക എന്നൊക്കെ പറയുന്നത് സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ ഒരടയാളമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയും യേശു കർത്താവ് ലാസറിനെ പേര് ചൊല്ലി വിളിച്ച് കല്ലറയിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരുക്കമായുള്ള ഒരു വലിയ വിശദീകരണമാണ് ബാക്കി ഭാഗങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്നറിയാവോ? ഈ അത്ഭുതം ഒരു അടയാളം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയായി ആരംഭം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, യോഹന്നാൻ മിറക്കിൾ അഥവാ അത്ഭുതം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന്. മറിച്ച് യോഹന്നാൻ അടയാളം അഥവാ സൈൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്നതും ഒരു അടയാളമാണ്. ഈ അടയാളത്തിലൂടെയാണ് അവൻ വിശ്വാസത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക.
കാരണം ഈശോ തന്നെയും അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വിശദീകരിച്ച് തരുന്നുണ്ട്. ഇപ്രകാരം പുനരുദ്ധാനമായ യേശു കർത്താവിങ്കലേക്ക് നടന്നെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോൾ അതിന് ഉതകുന്ന തരത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം ഞാനും നിങ്ങളും ജീവിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ലാസറിനോട് ഈശോയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ബഥാനിയായിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈശോ ആ ഭവനത്തിൽ ചെന്നിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഏതാനും ചില ഭാഗങ്ങളിൽ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർത്തായും മറിയവും ലാസറും അടങ്ങുന്ന സഹോദരരുടെ 3 പേരടങ്ങുന്ന ആ കുടുംബത്തിൽ യേശു കർത്താവ് സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ളത് ചില ഇടങ്ങളിലൊക്കെയും നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്രകാരം ഈശോ അവിടെ കടന്നു ചെന്ന് അവരുമായി ബന്ധം സ്ഥാപിച്ചു എന്ന കാരണത്താൽ ലാസറിനെ അവൻ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇപ്രകാരം പേര് ചൊല്ലി വിളിച്ച് അവനെ മരണത്തിൽ നിന്നും വീണ്ടും ജീവൻ നൽകി പുനരുജ്ജീവനിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ്. സഹോദരങ്ങളെ, പാപത്തിന് അടിപ്പെട്ടുപോയി ആത്മീയമായി മരണം സംഭവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവീകമായ കൃപാവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ആത്മീയമായി പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെയുള്ള തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പാപം ചെയ്ത മനുഷ്യനെ ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ പുത്രനെ അയച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവപിതാവ് തീരുമാനമെടുക്കുന്നത്. ഇപ്രകാരം തീരുമാനിച്ച് ദൈവപുത്രനിലൂടെ തൻ്റെ രക്ഷാകരമായ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നമ്മളെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവീക ജീവനിലൂടെയുള്ള നമ്മുടെ വളർച്ചയാണ്, മുൻപോട്ടുള്ള നമ്മുടെ യാത്രയാണ്. തീർത്ഥാടനമെന്ന് നമുക്കിതിനെ വിളിക്കാം. ഇപ്രകാരം തീർത്ഥാടക സഭയിലാണ് ഞാനും നിങ്ങളും അംഗങ്ങളായി ജീവിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. സഭ തീർത്ഥാടകയാണ്. ഇതൊരു പിൽഗ്രിമേജ് ആണ്, തീർത്ഥാടനമാണ് ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ മരിച്ച് ഇടവക ദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ അടക്കപ്പെട്ട് ഇവിടെ തീർന്നു പോകേണ്ടവരല്ലെന്നും മാമോദീസ സ്വീകരിച്ച ഏതൊരു കത്തോലിക്ക വിശ്വാസിയും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ ദേവാലയങ്ങളുടെ മധുബഹായിൽ നിന്നും അൾത്താരമേശയിൽ നിന്നും വെച്ചു വിളമ്പപ്പെടുന്ന കൂദാശയുടെ അപ്പം എന്നറിയപ്പെടുന്ന ജീവദായകമായ തിരുവോസ്തിയും തിരുരക്തവും സ്വീകരിച്ച് മരിച്ച് മണ്ണടിയേണ്ടവരല്ല, മറിച്ച് അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളായി എടുത്ത് ദേവാലയത്തിൽ പരസ്യവണക്കത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടേണ്ട വിശുദ്ധ ജീവിതങ്ങളാണ് ഞാനും നിങ്ങളും നയിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ ഈ പുനരുദ്ധാനം എന്നുള്ള ഓർമ്മ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അവശേഷിപ്പുകളായി തീരേണ്ടവയല്ല, തിരുശേഷിപ്പുകളായി തീരണം. ലാസറിൻ്റെ ജീവിതവും പുനരുദ്ധാനവും ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന സംഭവവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമുള്ള ഒരു അറിവിലേക്കാണ്. വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരണമടഞ്ഞ ഒരാൾക്ക് ഈ മണ്ണിൽ അലിഞ്ഞു പോകുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവിന് ദൈവം നൽകിയിട്ടുണ്ട് എന്നും ആ ആത്മാവ് നിത്യം ജീവിക്കുന്നതാണ് എന്നും സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിനെയും മുഖാഭിമുഖം കണ്ട് സ്വർഗീയമായ സൗഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് മാമോദീസായിലൂടെ, പ്രവേശക കൂദാശകളിലൂടെ കത്തോലിക്ക തിരുസഭയിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയുടെ അംഗമായി തീരുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് ലാസറിൻ്റെ മരണവും കർത്താവ് അവനെ വീണ്ടും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നമുക്ക് വലിയൊരു സന്ദേശം തരുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് മരിച്ച് കഥ തീരേണ്ടവരല്ല, മറിച്ച് മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉയർത്ത് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധരായി അവിടുത്തെ സ്വർഗരാജ്യത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ ലോകത്തിലുള്ള മറ്റു മനുഷ്യർ മരിച്ചു കഴിയുമ്പോൾ കുറച്ചു കാലങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഓർത്തിരുന്നേക്കാം. അത് കഴിയുമ്പോൾ സാവധാനം നമ്മളൊക്കെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകും. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാറില്ലേ, കണ്ണിൽ നിന്നു മറഞ്ഞാൽ മനസ്സിൽ നിന്നു മറയും.
മനോഹരമായ ഒരു ചിന്തയാണ്. കണ്ണിൽ നിന്നും അറിഞ്ഞാൽ മനസ്സിൽ നിന്നും അറിയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുറച്ചു കാലം കാണാതിരുന്ന് കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ പോലും മനസ്സിൽ നിന്ന് സാവധാനം കുടിയിറങ്ങും. അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശാരീരികമായ നമ്മുടെ സാന്നിധ്യം, അത് കുടുംബത്തിലാകട്ടെ സമൂഹങ്ങളിലാകട്ടെ, മറ്റുള്ളവരുടെ ഇടയിൽ ശാരീരികമായി സന്നിഹിതരാവുക എന്നുള്ളത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മരിച്ച ലാസറിനെ വീണ്ടും ജീവൻ കൊടുത്ത് കർത്താവ് ഉയർപ്പിക്കുന്നതിലൂടെ നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, മരിച്ച് തീർന്നു പോകാതിരിക്കാം. കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്നവരാകാനുള്ള കൃപ ഈശോയെ എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥന നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവീകമായ നിത്യജീവൻ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.